പത്തനംതിട്ടയിലേക്കാണ് ഇനി അവിടെ നിന്ന് സുജു ടി ബാബു തയ്യാറായിട്ടുണ്ട്. പത്തനംതിട്ടയിലെ സാഹചര്യം പറയുകയാണെങ്കിൽ റെഡ് അലേർട്ട് ഉണ്ട്, രാത്രി യാത്രാ നിരോധനം അടക്കമുണ്ട്. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ ക്യാമ്പുകൾ തുറക്കാനുള്ള സംവിധാനങ്ങളൊക്കെയും തയ്യാറെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊന്നും ജില്ല വിട്ടു പോകരുത് എന്ന കൃത്യമായ അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ നിരവധിയായ വിവരങ്ങൾ, ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ മഴ തുടരുന്നത് എന്നടക്കമുള്ള വിവരങ്ങളുമായി സുജു ചേരുന്നുണ്ട്. സുജു, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് പത്തനംതിട്ടയിലെ കാലാവസ്ഥ? ഗുഡ് മോർണിംഗ് കാവ്യ. പത്തനംതിട്ടയിൽ ഇപ്പോൾ ശക്തമായ മഴയുടെ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നിലവിൽ പത്തനംതിട്ട നഗരം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മേഘാവൃതമായ ഒരു കാലാവസ്ഥയാണ്. മലയോര മേഖലയിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇന്നലെ രാത്രിയിൽ ലാഹയിലാണ് ഏറ്റവും അധികം മഴ പത്തനംതിട്ട ജില്ലയിൽ ലഭിച്ചത്. എന്നാൽ എല്ലാ മേഖലയിലും രാത്രി മഴ പെയ്തിരുന്നു. നിലവിൽ ഒരു അപകടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ പോലും കനത്ത ജാഗ്രതയാണ് ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നും നാളെയും, ഇന്നലെയും റെഡ് അലേർട്ട് ആയിരുന്നില്ല, വൈകിട്ടോടെ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും ഇന്നും നാളെയും പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലയിൽ നൽകിയിരിക്കുന്നത്. രാത്രികാല യാത്രയ്ക്ക് നിരോധനമുണ്ട്. രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെ മലയോര മേഖലയിലേക്കുള്ള യാത്രാ നിരോധനമുണ്ട്. അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖല, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അതുപോലെ കയാക്കിംഗ്, കുട്ടവഞ്ചി സവാരി തുടങ്ങിയവയ്ക്കും നിരോധനമുണ്ട്. ഗവി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലയിലേക്ക് ആളുകൾ പോകരുതെന്നും നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ കോറികളുടെ പ്രവർത്തനവും നിരോധിച്ചിട്ടുണ്ട്. മെയ് 21 വരെയാണ് ഈ നിരോധനം നിലനിൽക്കുന്ന. കോന്നി, റാന്നി മേഖലയിലെ ദുരന്ത സാധ്യതാ മേഖലയിൽ നിന്നെല്ലാം ആളുകളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 41-ലധികം സ്ഥലങ്ങളാണ് പത്തനംതിട്ട ജില്ലയിൽ അപകട മേഖല സാധ്യതയായി കണ്ടെത്തിയിട്ടുള്ള. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ക്യാമ്പ് ഉടൻ തന്നെ തുറക്കുകയും ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയുള്ള നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കും. നിലവിലെ സാഹചര്യത്തിൽ അതിശക്തമായ മഴ ഇപ്പോൾ ജില്ലയിൽ ലഭിക്കുന്നില്ല. വരും മണിക്കൂറിൽ മഴ ശക്തി പ്രാപിക്കുന്നു തന്നെയാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാവ്യ.